നമസ്കാരം. പുതിയ സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചിയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന കടൽ കായലുകൾക്ക് ഒരിക്കൽ സ്വന്തമായി ഒരു ഭാഷയുണ്ടായിരുന്നു. തിരമാലകളുടെ ശബ്ദത്തിൽ സംസാരിച്ച ആ നഗരത്തിന്റെ ജീവനാഡികളിൽ ഒന്നായിരുന്നു ഫോർട്ട് കൊച്ചി ജങ്കാർ സർവീസ്. ഒരു സാധാരണ യാത്രാ മാർഗമല്ല അത്. വെള്ളത്തിനുമേൽ നീന്തിയിരുന്ന ഒരു ജീവിത കഥയായിരുന്നു. പാലങ്ങൾ ഉയരുന്നതിന് മുൻപ്, നഗരവീഥികളിൽ വികസിക്കുന്നതിന് മുൻപ് കൊച്ചിയെ തമ്മിൽ ബന്ധിപ്പിച്ചത് ഈ ജലപാതകളായിരുന്നു. ഫോർട്ട് കൊച്ചിയുടെ പഴമയും വൈപ്പിന്റെ ലാളിത്യവും തമ്മിൽ ദിവസവും കൈകോർത്തു നിർത്തിയത് ഈ ജങ്കാർ സർവീസ് തന്നെയായിരുന്നു. ഒരു തീരത്തു നിന്ന് മറുതീരത്തേക്കുള്ള യാത്ര മാത്രമല്ല, രണ്ട് ലോകങ്ങളെ ബന്ധിപ്പിച്ച ഒരു നീന്തിപ്പോകുന്ന പാലം തന്നെയായിരുന്നു ജങ്കാർ സർവീസ്. ജങ്കാർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് വലിയ ഇരുമ്പ് തട്ടിൽ നിർമ്മിച്ച ഒരു കരുത്തുറ്റ കപ്പൽ തന്നെയായിരുന്നു. അതിന്റെ മേൽ കാറുകളും ബൈക്കുകളും ലോറികളുമായി നിരനിരയായി നിൽക്കും. മനുഷ്യരും സ്വപ്നങ്ങളും ഒരുമിച്ച് കയറി കടലിന്റെ മേൽപ്പറപ്പിലൂടെ മന്ദഗതിയിൽ മറുകരയിലേക്ക് സഞ്ചരിക്കും. ഒരു നഗരത്തിന്റെ പ്രയാണം അതിന്റെ മേൽ നടന്നു പോന്നിരുന്നു. റോഡിലൂടെ ചുറ്റിപ്പോയാൽ ദൂരം കൂടും, സമയം നഷ്ടമാകും. എന്നാൽ ജങ്കാറിൽ കയറിയാൽ 10 മിനിറ്റ് മാത്രം. തിരമാലകളെ തഴുകിക്കടന്ന് കാറ്റിന്റെ കൈത്തൊട്ടിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്കോ, വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കോ എത്തിച്ചേരാം. സമയത്തെ പോലും തോൽപ്പിച്ചൊരു യാത്രയായിരുന്നു ജങ്കാർ യാത്ര. പ്രഭാതങ്ങളിൽ ജോലി തേടി പുറപ്പെടുന്ന തൊഴിലാളികൾ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ചന്തയിലേക്ക് പോകുന്ന അമ്മമാർ, സഞ്ചാര സുഖം തേടി വരുന്ന വിനോദ സഞ്ചാരികൾ എല്ലാവരും ജങ്കാറിന്റെ പതിവ് യാത്രക്കാരായിരുന്നു. അവിടെ സമ്പന്നരും സാധാരണക്കാരും വേർതിരിവൊന്നുമില്ല. കടലിന്റെ നടുവിൽ എല്ലാവരും ഒരേ യാത്രക്കാരൻ മാത്രം. ജങ്കാറിൽ കയറുമ്പോൾ ആദ്യം കേൾക്കുന്നത് എഞ്ചിന്റെ മൃദുവായ ഗർജനം, പിന്നെ വെള്ളം പിളർത്തി പായുന്ന കപ്പലിന്റെ ചലനം, മുഖത്തെത്തുന്ന ഉപ്പുകാറ്റ്, അകലെയായി നീങ്ങുന്ന ചരക്കു കപ്പലുകൾ, മീൻപിടുത്ത വള്ളങ്ങൾ. വൈകുന്നേരങ്ങളിൽ സൂര്യൻ ചുവന്നിറങ്ങുമ്പോൾ ജങ്കാർ യാത്ര ഒരു കവിതയായി മാറും. കൊച്ചിയുടെ സാമൂഹിക ജീവിതത്തിലും ഈ സർവീസിന് വലിയ പങ്കുണ്ടായിരുന്നു. അനവധി കുടുംബങ്ങളുടെ ഓർമ്മകളിൽ ഇന്നും ജങ്കാർ യാത്ര ജീവിക്കുന്നു. വിവാഹങ്ങൾക്ക് പോകുമ്പോൾ, ഉത്സവ ദിനങ്ങളിൽ, ബന്ധുവീടുകളിലേക്ക് യാത്ര പോകുമ്പോൾ, ജോലി തേടി പുറപ്പെടുന്ന രാവിലെകളിൽ ജങ്കാർ ഒപ്പമുണ്ടായിരുന്നു. കാലം കടന്നപ്പോൾ ചില ബുദ്ധിമുട്ടുകളും വന്നു. പഴകിയ ജെട്ടികൾ, സാങ്കേതിക തകരാറുകൾ, നീണ്ട ക്യൂ, മഴക്കാലത്തെ തടസ്സങ്ങൾ. എന്നിരുന്നാലും ജനങ്ങളുടെ മനസ്സിൽ അതിന്റെ സ്ഥാനം കുറഞ്ഞില്ല. കാരണം അത് ഒരു ഗതാഗത സൗകര്യം മാത്രമായിരുന്നു, ഒരു ശീലമായിരുന്നു, ഒരു വിശ്വാസമായിരുന്നു. പിന്നീട് പുതിയ കാലമെത്തി. ആധുനിക റോൾ ഓൺ റോൾ ഓഫ്, അതായത് റോറോ സർവീസ് തുടങ്ങി. വാഹനങ്ങൾ എളുപ്പത്തിൽ കയറിയിറങ്ങുന്ന പുതിയ സംവിധാനം. പക്ഷേ പേരുകൾ മാറിയാലും ജനങ്ങളുടെ മനസ്സിൽ അത് ഇന്നും ജങ്കാർ സർവീസ് തന്നെയാണ്. ഫോർട്ട് കൊച്ചിയുടെ ചരിത്രം പറയുമ്പോൾ ചൈനീസ് വലകളെ പറ്റി പറയുന്നത് പോലെ, പഴയ കെട്ടിടങ്ങളെ പറ്റി പറയുന്നത് പോലെ ജങ്കാറിനെയും പറയണം. അത് കല്ലുകൊണ്ടുള്ള സ്മാരകമല്ലെങ്കിലും കൊച്ചിയുടെ ഓർമ്മകളിൽ പണിത ഒരു സ്മാരകം തന്നെയാണ്. ഇന്ന് പാലങ്ങളും റോഡുകളും വാട്ടർ മെട്രോയും നഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ഒരു കാലത്ത് ഈ നഗരത്തിന്റെ ഹൃദയമിടിപ്പ് കേൾക്കണമെങ്കിൽ ജങ്കാറിൽ തന്നെ കയറേണ്ടി വരുമായിരുന്നു. തിരമാലകളെ തഴുകി മനുഷ്യജീവിതങ്ങളെ കടത്തി കൊച്ചി എന്ന നഗരത്തിന്റെ കഥ ചുമന്ന് സഞ്ചരിച്ച ആ ജങ്കാർ ഇന്നും കടൽക്കാറ്റിൽ ഒരു ഓർമ്മയായി നീന്തിക്കൊണ്ടിരിക്കുന്നു. ഫോർട്ട് കൊച്ചി ജങ്കാർ സർവീസിനെ കുറിച്ചുള്ള ഇന്നത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.